So again, welcome back to BSc Nursing classes and ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കമ്മ്യൂണിറ്റി മെഡിസിനിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂട്രീഷണൽ അസസ്മെന്റ് ആൻഡ് ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ എന്ന ചാപ്റ്ററാണ്. So first of all, we have to know what is meant by nutrition. Nutrition is a science that deals with the intake of food and utilization by the body for growth, repair and maintenance, also with energy. അതായത് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഫുഡ് നമ്മൾ എടുക്കുന്നുണ്ട്, അതേ സമയത്ത് ഈ ഫുഡ് നമ്മുടെ ബോഡി തൻ്റെ എനർജിക്ക് വേണ്ടിയും അതിൻ്റെ റിപ്പയറിന് വേണ്ടിയും മെയിൻ്റനൻസിന് വേണ്ടിയെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. WHO പറയുന്നത് ദ ഇൻടേക്ക് ഓഫ് ഫുഡ് കൺസിഡറിങ് ദ റിലേഷൻ ടു ദ ബോഡീസ് ഡയറ്ററി നീഡ്സ്. ഓക്കെ, നമ്മുടെ ബോഡിയുടെ ഡയറ്ററി നീഡ്സിനനുസരിച്ച് നമ്മൾ എപ്പോഴും ഫുഡ് ഹാബിറ്റ്സ് അതിനനുസരിച്ചാണ് കഴിക്കാനായിട്ടുള്ളത്. ഇനി കോൺസെപ്റ്റ് ഓഫ് ന്യൂട്രീഷൻ അത് വരുന്നതാണ്. ഫസ്റ്റ് വൺ, നോർമൽ ആയിട്ടുള്ളൊരു ബാലൻസ് ഡയറ്റ് ഉണ്ട്, അണ്ടർ ന്യൂട്രീഷൻ, ഓവർ ന്യൂട്രീഷൻ, മാൽ നറിഷ്മെൻ്റ് ഒക്കെ. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച്, അതായത് ബോഡി റിക്വയർമെൻറ്റിനനുസരിച്ച് ആവശ്യത്തിന് എമൗണ്ട് ഓഫ് ഫുഡ് എടുക്കുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഒരു ബാലൻസ് ആയിട്ടുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഗുഡ് ന്യൂട്രീഷൻ. ഇനി ആ പറയുന്ന നമ്മുടെ ബോഡിയുടെ നീഡ് അനുസരിച്ച് ഹൈറ്റ്, വെയിറ്റ്, BMI അനുസരിച്ചുള്ള ഒരു ഫുഡ് ഹാബിറ്റ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് കോസസ് അണ്ടർ ന്യൂട്രീഷൻ. ഇനി നമ്മൾ ഓവറായിട്ടാണ് പ്രോസസ്ഡ് ഫുഡൊക്കെ കഴിക്കുന്നെങ്കിൽ ആൻഡ് ഇറ്റ് കോസസ് ഓവർ ന്യൂട്രീഷൻ, അതായത് ഓവർ ന്യൂട്രീഷൻ ആണ്. സോ ബേസിക്കലി ഗുഡ് എന്താണ് ഗുഡ് ന്യൂട്രീഷൻ, എന്താണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്. ബാലൻസ് ഡയറ്റ് ഇൻ ദ സെൻസ് നമ്മൾ എൻ്റെ തെറാപ്യൂട്ടിക്കൽ കണ്ടീഷൻ അനുസരിച്ച്, ഇപ്പോൾ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചും, പിന്നെ മാൽ നറിഷ്മെൻറ്റ്, അണ്ടർ നറിഷ്മെൻറ്റ്, ഓവർ നറിഷ്മെൻറ്റ്, ഇങ്ങനത്തെ ടേമെല്ലാം നോക്കി വയ്ക്കുക. ദെൻ ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ, ആൻഡ് ഇതിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഓട്ടോട്രോപ്സ് എന്നും ഹെറ്ററോട്രോപ്സ് എന്നും. ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് ഓർഗാനിസംസ് മീൻസ് സ്വന്തമായിട്ട് ഫുഡ് എടുക്കുന്നു, മീൻസ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഓട്ടോട്രോപ്പ്. ഇനി ഓർഗാനിസംസ് മറ്റേ എന്തെങ്കിലും ഇപ്പം എവിടെ നിന്നെങ്കിലുമാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല, ഓർഗാനിസംസ് മറ്റുള്ളവരിൽ നിന്ന് സീക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ആൻഡ് സൺലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. വേറെ നമ്മൾ എന്ത് ചെയ്യും, ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫുഡ് നമ്മൾ പോയി എടുത്ത് തിന്നും. അതാണ് എന്താണ് ഓട്ടോട്രോപ്പിക്കും ഹെറ്ററോട്രോപ്പിക്കും. ദ ഓർഗാനിസം പ്രൊഡ്യൂസ്ഡ് their own food from the sunlight and chemicals, autotrophs. ഇനി the organism which depends on others are called heterotrophs. ദെൻ ഇനി ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ട്, അണ്ടർ ന്യൂട്രീഷൻ, ഓവർ ന്യൂട്രീഷൻ, നോർമൽ ആയിട്ടുള്ള ബാലൻസ്ഡ് ന്യൂട്രീഷൻ, അതൊക്കെ ഉണ്ട്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ന്യൂട്രീഷൻ എന്തിനാണ്? നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഗ്രോത്തിന്, പിന്നെ മെൻ്റൽ ഹെൽത്തിന്, ദെൻ ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ടും, പിന്നെ റിക്കവറിക്കും ആൻഡ് കൂടുതൽ പ്രൊഡക്ടിവിറ്റിക്കും നമ്മുടെ ഗുഡ് ന്യൂട്രീഷൻ, നമ്മുടെ ന്യൂട്രീഷൻ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്താണ് മീൽ പ്ലാനിങ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈഡിങ് വാട്ട് ടു ഈറ്റ്, വെൻ ടു ഈറ്റ്, ഹൗ ടു ഈറ്റ്. നമ്മൾ നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻടേക്കിന് വേണ്ടി ദ ബാലൻസ് ഇൻടേക്ക് ഓഫ് ന്യൂട്രിയൻസ് ഓഫ് ഓൾ ദ ഗ്രൂപ്പ് വിത്ത് അവൈലബിൾ റിസോഴ്സസ്. നമ്മൾ എന്ത് ഫുഡ് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എവിടെ നിന്ന് കഴിക്കണം, എങ്ങനെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നതാണ് മീൽ പ്ലാനിങ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുകയും ആരെയും അണ്ടർ ന്യൂട്രീഷൻ ആവുകയോ ഓവർ ന്യൂട്രീഷൻ ആക്കാനോ മീൻസ് മാൽ നറിഷ്മെൻറ്റിലോട്ട് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി നമ്മൾ നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് വേണം ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ളത്. വളരെ കമ്മ്യൂണിറ്റി ലെവൽ പാവപ്പെട്ട ആളുകളടുത്ത് പോയിട്ട് വലിയ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കണമെന്ന് ഒരിക്കലും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മോണോട്ടോമി, ഒരേ ഫുഡ് തന്നെ ഡെയിലി കുഞ്ഞിന് അപ്പം മാത്രം കൊടുക്കുന്നെങ്കിൽ വേറെ ഒരു ന്യൂട്രിയൻസും കിട്ടുന്നില്ല. സോ ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കുക ആൻഡ് പ്രൊമോട്ട് ഹെൽത്ത് ആൻഡ് പ്രോഡക്റ്റ്. അടുത്തയാണ് സ്റ്റെപ്സ് ഇൻ മീൽ പ്ലാനിങ്. ആദ്യം ഞാൻ എൻ്റെ ന്യൂട്രീഷണൽ നീഡ് എന്താണെന്ന് ഒന്ന് അസസ് ചെയ്യും. അതിനനുസരിച്ച് ഡിറ്റർമൈൻ ദ റിക്വയർഡ് ന്യൂട്രീഷൻ. ആദ്യം ഞാൻ എൻ്റെ ന്യൂട്രീഷണൽ നീഡ് എന്താണെന്ന് ഞാനൊന്ന് അസസ് ചെയ്യും ആൻഡ് ഡിറ്റർമൈൻ ദ ന്യൂട്രീഷണൽ നീഡ്. ഇതിന് ശേഷം ഏത് ഫുഡ് ഗ്രൂപ്പാണ്, അത് ഫ്രൂട്ട്സ് ആണോ വെജിറ്റബിൾസ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ചൂസിങ് ദ ഫുഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ ആദ്യം ഞാൻ അസസ് ചെയ്തു എന്താണ് എൻ്റെ ന്യൂട്രീഷണൽ നീഡെന്ന്, എന്നിട്ട് ഞാൻ ഡിറ്റർമൈൻ ചെയ്തു, ആൻഡ് ദെൻ ഞാൻ ഫുഡ് ഗ്രൂപ്പ് ചൂസ് ചെയ്തു. ഇതിന് ശേഷം പ്ലാൻ ചെയ്തു, ഓരോ ടൈമിങ്ങിന് ഇന്ന ഫുഡ് കൊടുക്കാം, ബ്രേക്ക്ഫാസ്റ്റിന്, ലഞ്ചിന്, ദെൻ
നൈറ്റ് ടൈം ഡിന്നറിന് എന്ത് കൊടുക്കുന്നു എന്നെല്ലാം തീരുമാനിക്കുന്നത്. ആൻഡ് ഫൈനലി വൺസ് ആഫ്റ്റർ പ്ലാൻ മീലിംഗ് ബൈ ടൈം വി ഹാവ് ടു കൺസിഡർ ദ കൾച്ചറൽ പ്രിഫറൻസ്. ഓരോ ആളുകൾ ഇപ്പം ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ബീഫ് ചിക്കൻ ഒന്നും കഴിക്കണമെന്നില്ല. സോ വി ഹാവ് ടു പ്രിഫർ ബൈ ടെല്ലിങ് ദാറ്റ് മറ്റെന്തെങ്കിലും ഒരു ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാനായിട്ട് പറയണം. ആൻഡ് ഫൈനലി നമ്മളതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് എല്ലാം നടത്തുക ആൻഡ് റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ്. അതായത് ഇപ്പം ചില ഫുഡ് ഹാബിറ്റ് കഴിക്കുമ്പോഴത്തേക്കും അവർക്ക് ആ പുളിയും എരിയും ഒന്നും പറ്റണമെന്നില്ല. അപ്പം നമുക്കൊന്ന് മാറ്റി നോക്കാം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ കഴിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രോട്ടീൻ കിട്ടാനായിട്ട് നമുക്ക് പനീറിലോട്ട് പോകാം, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡിലോട്ട് പോകാം, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇൻ കേസ് മീൻ കഴിക്കാത്ത ആളാണെങ്കിൽ. സോ ബാക്കിയുള്ള കാര്യങ്ങൾ റിവ്യൂ ആൻഡ് വി ഹാവ് ടു അഡ്ജസ്റ്റ്. അതിന് അടുത്തെയാണ് ന്യൂട്രീഷണൽ അസസ്മെൻറ്റ് ടൂള്. ന്യൂട്രീഷൻ അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ ന്യൂട്രീഷണൽ അസസ്മെൻറ്റ് അവിടെ ഉള്ള ആളുകൾക്ക് അണ്ടർ ന്യൂട്രീഷൻ ആണോ, ഓവർ ന്യൂട്രീഷൻ ആണോ, ബിലോ ന്യൂട്രീഷൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ന്യൂട്രീഷണൽ അസസ്മെൻറ്റ് നടത്തുന്നുണ്ട്. സോ ന്യൂട്രീഷണൽ അസസ്മെൻറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡേറ്റ ടു ഡിറ്റർമൈൻ ദ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ ഇൻഡിവിജ്വൽ കമ്മ്യൂണിറ്റി ഓഫ് ഗ്രൂപ്പ് ഇൻ ഓർഡർ ടു ചെക്ക് വെദർ അവർ അണ്ടർ ന്യൂട്രീഷൻ ആണോ ഓവർ ന്യൂട്രീഷൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആരാണോ ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിക്ക് റിസ്ക് ആവാൻ സാധ്യതയുള്ളവർ അവരെ കണ്ടെത്തുക എന്നുള്ളത്. ആൻഡ് പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യും ആൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് മാക്സിമം ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് എത്തിക്കും ആൻഡ് സപ്പോർട്ട് പബ്ലിക് ഹെൽത്ത് പ്ലാനിങ്. ഓക്കെ. ആൻഡ് വി ഓൾസോ ഇവാലുവേറ്റ് ദ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. ആ ഇൻഡിവിജ്വലിൻ്റെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്താണെന്നും ന്യൂട്രീഷണൽ റിലേറ്റഡ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ന്യൂട്രീഷണൽ അസസ്മെൻറ്റ് ചെയ്യാൻ നോക്കാം. ആൻഡ് വി ക്യാൻ യൂസ് ABCDE ടെക്നിക്. A ഫോർ ആന്ത്രപ്പോമെട്രിക് മെഷർമെൻറ്റ്, അതായത് ഒരു ഇൻഡിവിജ്വലിനെയും ഹൈറ്റ്, വെയ്റ്റ്, അങ്ങനെ BMI കാൽക്കുലേറ്റ് ചെയ്യുക. മിഡ് അപ്പർ ആം സർക്കംഫറൻസ്, അതായത് ഇവിടെ മുതൽ മീൻസ് അക്രോണിയം പ്രോസസ്സ് മുതൽ ഒലിക്രോണോൺ പ്രോസസ്സ് വരെ അത്രയും നീളത്തിൽ ടേപ്പ് വയ്ക്കുക. ആൻഡ് ദെൻ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് ചുരുട്ടി ഇത്രയും വെച്ച് നോക്കുക. അപ്പോൾ എത്രയാണെന്ന് സെൻറ്റിമീറ്ററിൽ അറിയാൻ പറ്റും, വിച്ച് ഇസ് മിഡ് ആം സർക്കംഫറൻസ്. അടുത്തയാണ് B ഫോർ ബയോകെമിക്കൽ അനാലിസിസ്. നമുക്ക് ബ്ലഡ് ആണെങ്കിലും യൂറിൻ ആണെങ്കിലും ഒക്കെ ടെസ്റ്റ് ചെയ്യാം, ലാബിൽ ഡയഗ്നോസ് ചെയ്യാം. C ഫോർ ക്ലിനിക്കൽ ഫിസിക്കൽ എക്സാമിനേഷൻ, ക്ലിനിക്കലി ഞാൻ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ D ഫോർ ഡയറ്ററി അസസ്മെൻറ്റ്, ഫുഡ് ഹാബിറ്റ്സ് പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയുന്നതിന് ABCD ടെക്നിക്ക്. അടുത്താണ് ഓരോ ലെവലിലും ഇൻഡിവിജ്വൽ ലെവൽ എങ്ങനെയാണ്, ഒരു ഫാമിലി ലെവൽ എങ്ങനെയാണ്, കമ്മ്യൂണിറ്റി ലെവൽ എങ്ങനെയാണെന്നൊക്കെ നോക്കുക. സോ ഇതായിരുന്നു നമ്മുടെ ABCD ടെക്നിക്സ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ദ മെത്തേഡ് ഓഫ് ദ ന്യൂട്രീഷണൽ അസസ്മെൻറ്റ്. ഈ I എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ലെവലാണ്. ഡ്യൂറിങ് ഹെൽത്ത് ചെക്കപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വിസിറ്റിൻ്റെ സമയത്ത് ആൻഡ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിനും കുഞ്ഞുങ്ങൾക്കും പ്രായമായിട്ടുള്ളവർക്കും ക്രോണിക് ആയിട്ടുള്ള കുറേ നാളായിട്ട് അസുഖം ഉള്ളവർക്കുമെല്ലാം നമ്മൾ BMIയും ഡയറ്ററി റീകോളും ലാബ് ടെസ്റ്റും ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റ്, അതായത് ABCD അങ്ങ് എഴുതി വെച്ചാൽ മതി. ആൻഡ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വലും നമ്മൾ അതാണ് കൊടുക്കുന്നത്. ഇനി നമ്മളൊരു ഫാമിലിക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ്, അവർ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, ഫുഡ് ഹാബിറ്റ്സ് നോക്കുക, അവർ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. ആൻഡ് ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഇൻഡിവിജ്വലിനെയും നീഡ് സാറ്റിസ്ഫൈ ചെയ്യും നമ്മൾ നോക്കണം. ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫാമിലി ഡിസ്പാരിറ്റി ഇൻ ദ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ചിലപ്പം തന്നെ ഫാമിലിയിൽ 2 പേരുണ്ട്, അവർക്ക് രണ്ടുപേർക്കും 2 ഇഷ്ടങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കുമ്പോഴത്തേക്കും മറ്റേ ആൾ കഴിക്കണമെന്നില്ല. അപ്പോൾ 2 പേർക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുന്നത് വഴി അവിടെ ഒരു അടി ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫാമിലി വരുന്ന സമയത്ത് മാക്സിമം അവിടെ അടി ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. പിന്നെ എന്ത് ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യണമെന്ന് നോക്കാം, ഇതെല്ലാം. ഇനി കമ്മ്യൂണിറ്റി ലെവല് നമുക്ക് ലാർജ് ലെവലിൽ സർവേ നടത്താൻ പറ്റും. അതായത് ആ ഒരു വില്ലേജിലെയോ ടൗണിലെയോ ആ ഒരു റീജിയനിലെയോ ആളുകളുടെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ്, എന്ത് തരത്തിലുള്ള ഫുഡാണ് കഴിക്കുന്നത്, ആ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഫുഡാണോ എന്നൊക്കെ നോക്കുക. ദെൻ യൂസ്ഡ് ഇൻ ഗവൺമെൻറ് പ്രോഗ്രാംസ്, NFHS, NNMB, നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഒക്കെയാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ് ആയിട്ട് പറയുന്നത് ഗ്രോത്ത് മോണിറ്ററിങ് ഓഫ് ദ ചിൽഡ്രൻസ്, കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആൻഡ് ഡയറ്ററി സർവേ, അതായത് പ്രോപ്പറായിട്ട് എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്, അങ്ങനെ ഒരു സർവേ അവർ നടത്തും. ദെൻ ഇനി അടുത്തത് പറയുന്നത് ഇതിന് ഇമ്പോർട്ടൻസ് ആണ്.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല ഹൈ റിസ്ക് ഗ്രൂപ്പിലുള്ള ആളുകൾ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, എൽഡർലി ആളുകളെല്ലാം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഗൈഡ്സ് പ്ലാനിങ് ഓഫ് ദ ഡയറ്ററി ഇൻ്റർവെൻഷൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ സെഷൻസ്. അപ്പോൾ അവർക്ക് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം, എങ്ങനെയൊക്കെയാണ് അവർ ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കാം. ആൻഡ് അസിസ്റ്റ് ഇൻ ഇവാലുവേറ്റിംഗ് ദി ഇമ്പാക്ട് ഓഫ് ദ നാഷണൽ ന്യൂട്രീഷൻ പ്രോഗ്രാംസ്. ഇപ്പോൾ എല്ലാവരും നാഷണൽ മിഡ് ഡേ മീൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ എല്ലാവരിലോട്ടും ആ മിഡ് ഡേ മീൽ പ്രോഗ്രാം പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യാം. ദെൻ സപ്പോർട്ട് ദ റീഹാബിലിറ്റേഷൻ ഓഫ് ദ മാൽനറിഷ്ഡ് ഇൻഡിവിജ്വൽസ്. മാൽനറിഷ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നമ്മൾ റീഹാബിലിറ്റേഷൻ കൊടുക്കണം. ഇനി നഴ്സസിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത് ആന്ത്രോപോമെട്രിക് മെഷർമെൻറ്റ്സ്, അതായത് വെയിറ്റ്, ഹൈറ്റ്, മിഡ് അപ്പർ ആം സർക്കംഫറൻസ് നോക്കുക. ഇനി യൂസ് ഗ്രോത്ത് ചാർട്ട് ആൻഡ് കളക്ട് ഡയറ്ററി ഇൻടേക്ക് ഡേറ്റ ഡ്യൂറിങ് ഹോം വിസിറ്റ്. അതായത് നമ്മൾ വീട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് നോക്കുക. ആൻഡ് പ്രിഫർ പേഷ്യൻ വിത്ത് സൈൻ ഓഫ് മാൽ നറിഷ്മെൻറ്റ്, അതായത് അവർക്ക് എന്തെങ്കിലും മാൽ നറിഷ്ഡ് ആണോ നോക്കുക. ആൻഡ് ഫാമിലിക്ക് പ്രോപ്പറായിട്ടുള്ള ബാലൻസ് ഡയറ്റിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളാണ്. ദെൻ പ്രോപ്പറായിട്ട് സ്യൂട്ടബിൾ ഡയറ്റ് അവരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് ഡിസൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഡയറ്റ് പ്ലാനിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഡെയിലി, അതായത് ഞാൻ ഡെയിലി എത്ര എമൗണ്ട് ഓഫ് ഫുഡാണ് കഴിക്കേണ്ടത്. ഓരോ ഇൻഡിവിജ്വലും അവരുടെ ഏജ്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, ദെൻ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി ലെവല്, ഇൻകം അനുസരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഡയറ്റ് പ്ലാൻ വ്യത്യാസപ്പെടുന്നുണ്ട്. ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാനിങ് സ്യൂട്ടബിൾ ഡയറ്റ്, നമ്മുടെ ന്യൂട്രീഷണൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കുക. പ്രൊമോട്ടിങ് ഹെൽത്ത്, പിന്നെ തെറാപ്യൂട്ടിക്കലായിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണോ നോക്കുക. ഡയറ്ററി പ്രിഫറൻസ്, ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുക. ആൻഡ് ആവശ്യത്തിന് എനർജി കിട്ടുന്നുണ്ടോയെന്ന്. മാൽ നറിഷ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാം. ആൻഡ് ലോക്കൽ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കൺസിഡർ ചെയ്ത്, അതായത് ഇപ്പം ഒരു സ്ഥലത്ത് ഇപ്പം നമുക്ക് ഒരു സീസൺ അനുസരിച്ചുള്ള ഫുഡ് ചൂസ് ചെയ്യാം. ഇപ്പം മാങ്ങയുടെ സീസൺ ആണെങ്കിൽ കൂടുതൽ മാങ്ങ പ്രിഫർ ചെയ്യുക. ആൻഡ് അല്ലാതെ മാങ്ങ ഇല്ലാത്ത സമയത്ത് മാങ്ങ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഫുൾ പൈസ അതിനായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അതിന് പകരം മാങ്ങ കിട്ടുന്ന മാക്സിമം മേടിക്കുക. പിന്നെ ബാക്കിയുള്ള കുറച്ച് പച്ചക്കറികളും കുറച്ച് എമൗണ്ടിൽ മേടിക്കുക. കാരണം എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കിട്ടണം. ഓക്കെ. ഈ വൈറ്റമിൻ സി മാങ്ങയിലൂടെ കിട്ടുന്നെങ്കിൽ വൈറ്റമിൻ സി ഉള്ള വേറെ ഫുഡ് ഇപ്പം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ആ സീസണിലുള്ള ഫുഡ് മാക്സിമം കഴിക്കുക. എന്നിട്ട് ബാക്കിയുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ ബോഡിയിലോട്ട് എടുക്കണം. ഇനി തെറാപ്യൂട്ടിക്കൽ ഡയറ്റ്, നമ്മൾ ഓരോ പേഷ്യൻസിനും അവരുടെ തെറാപ്യൂട്ടിക്കൽ കണ്ടീഷൻ അനുസരിച്ചാണ് ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഒരു പേഷ്യൻറ്റിന് ഡയബറ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഫുഡ് കൊടുക്കുന്നെങ്കിൽ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരാൾ എപ്പോഴും ലഡ്ഡു കഴിക്കുന്നുണ്ട്, മുട്ടായി കഴിക്കുന്നുണ്ട്, പക്ഷേ ചോറ് നിർത്തി. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇറ്റ്? ചോറ് കഴിച്ചാലും വീണ്ടും കുഴപ്പമില്ല. നമ്മൾ കഴിവതും ഇങ്ങനത്തെ ഫുഡ്, ഈ ലഡ്ഡു, പഞ്ചസാര, ചായക്കകത്ത് പഞ്ചസാര കഴിവതും അവോയ്ഡ് ചെയ്യുക. നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അതേസമയം ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഉപ്പ് അധികം കൊടുക്കാനായിട്ട് പാടില്ല. ഫാറ്റ് ആണെങ്കിൽ മോഡറേറ്റ് എമൗണ്ടിൽ കൊടുക്കാം. ആൻഡ് ഹൈ പൊട്ടാസ്യം ലെവൽ ഫുഡും കൊടുക്കണം. അനീമിയ ഉള്ള പേഷ്യൻസ്, പ്രത്യേകിച്ച് ഈ പ്യൂബർട്ടി പീരീഡിലുള്ള സ്ത്രീകൾക്കെല്ലാം, പെൺകുട്ടികൾക്ക് നമ്മൾ സ്പിനാച്ച് അങ്ങനത്തെ ഫുഡ് കൂടുതൽ കൊടുക്കുക, ബിക്കോസ് ടു പ്രിവെൻറ്റ് അനീമിയ. അടുത്തയാണ് റീനൽ ഡിസീസ്. പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ തന്നെ സോഡിയത്തിൻ്റെ അളവ് കുറവാണ്. ഫീവർ, നല്ല പനിയാകുമ്പോഴത്തേക്കും നന്നായിട്ട് ഡൈജസ്റ്റബിൾ ആവുന്ന ഫുഡ് കൊടുക്കുക. ആൻഡ് ഫ്ലൂയിഡ്സ് നന്നായിട്ട് കൊടുക്കണം. ദെൻ ഒബിസിറ്റി ആണെങ്കിൽ കാലറി ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഫാറ്റൊക്കെ ഒന്ന് കുറച്ച് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അതായത് ഒരിക്കലും വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് അവോയ്ഡ് ചെയ്യലേ ചെയ്യാനുള്ളത്. ഇപ്പം ചില ഫുഡ് നമുക്ക് വണ്ണം കൂട്ടും, അതിനെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള വണ്ണം അത്രയും കൂട്ടാത്ത ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി അണ്ടർ വെയിറ്റ് ആവുന്ന സമയത്ത് പ്രോട്ടീന് നല്ല കാലറി റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. ഇനി ഞാനിപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ ഒരാൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമത്തെ കാര്യം, അയാളുടെ പ്രായം ശ്രദ്ധിക്കണം. പിന്നെ നന്നായിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണോ നോക്കുക. പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ നോക്കുക. ദെൻ നീഡ് നോക്കുക. കുക്കിംഗ് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, കുക്കിംഗ് ടേസ്റ്റ്, കുക്കിംഗ് പ്രിഫറൻസ് നോക്കുക. ആൻഡ് പൈസ, എക്കണോമിക്കൽ സ്റ്റാറ്റസ് ഉണ്ടോ എന്നും കൂടി നോക്കുക. ഇനി റോൾ ഓഫ് നഴ്സ് ഇൻ ഡയറ്റ് പ്ലാനിങ്, ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അസസ് എ മീൽ പ്ലാനിങ് ഡ്യൂറിങ് ദ ഹോം വിസിറ്റ്. ഒരു ഹോം വിസിറ്റ് സമയത്ത് മീൽ പ്ലാനിങ് ഞാൻ നോക്കുക. ആൻഡ് ഗൈഡ് പേഷ്യൻറ്റ് വിത്ത് തെറാപ്യൂട്ടിക്കൽ ഡയറ്റ്, അതായത് ഓരോ പേഷ്യൻറ്റിനും അവരുടെ ഡയബറ്റീസിനനുസരിച്ചിട്ടുള്ളൊരു മീൽ പ്ലാൻ വേണം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ആൻഡ് എഡ്യൂക്കേറ്റ് ഓൺ മീൽ തിന്നിങ് ഫുഡ് ഹൈജീന്. ആൻഡ് ഹെൽപ്പ് ഫാമിലി അണ്ടർസ്റ്റാൻഡ് അഫോർഡബിൾ
അതായത് ഫാമിലിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് എന്താണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആൻഡ് ജനറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻ അഡ്വൈസ് കൊടുക്കാം. കൂടുതൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേസമയം CKD ഉള്ള പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയരുത്. ആൻഡ് മെയിൻ ആയിട്ടുള്ള കോർ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ആൻഡ് വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിക്കുക, മാക്സിമം സ്റ്റീം ചെയ്തിട്ടുള്ള ഫുഡ് കൊടുക്കുക. ദെൻ ഓയിൽഡ് ഫുഡ്, ദെൻ ഓരോ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുക. ദെൻ കുറച്ചും കൂടി എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യും. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പുറത്തുനിന്നുള്ള ഓയിൽഡ് ആയിട്ടുള്ള പ്രൊസസ്ഡ് ഫുഡെല്ലാം കഴിവതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. കുക്കിംഗ് മെത്തേഡ്സ് നമുക്കൊന്ന് ഇംപ്രൊവൈസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വാട്ട് ടു അവോയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും രാവിലത്തെ ഫുഡാണെങ്കിലും ദെൻ വാട്ട് ടു അവോയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൽസ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ രാവിലത്തെ ആണെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ദെൻ ഓവർ റിലയൻസ് ഓൺ സപ്ലിമെൻറ്റ്സ്, അതായത് ഇപ്പം omega-3 ഫാറ്റ് മീൻ ഇപ്പം കഴിക്കാൻ വയ്യ, ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഫ്ലാക്സീഡ് ഉപയോഗിക്കാം. പക്ഷെ അതിന് പകരമായിട്ട് ഈ സപ്ലിമെൻറ്റ്സ് മരുന്ന് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഒരുപാട് എണ്ണയും നെയ്യും ഒക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ആൻഡ് വൃത്തിയില്ലാത്ത അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷനും നല്ലതല്ല. ഇനി നേഴ്സസ് റോളിനകത്ത് നമ്മളെപ്പോഴും പിക്ടോറിയൽ എയ്ഡ്സ് വളരെ ലോക്കലായിട്ടുള്ള ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കുക. ആൻഡ് പ്രൊവൈഡ് ടൈലേർഡ് അഡ്വൈസ്, കൗൺസിൽ ഫാമിലീസ് ഓൺ അഫോർഡബിൾ ആൻഡ് സപ്പോർട്ട് ബിഹേവിയറൽ ചേഞ്ചസ് ആൻഡ് കണ്ടിന്യൂസ് റീഎൻഫോഴ്സ്മെൻറ്റ്. Then nutritional education, the process of imparting knowledge and skill to individual. Then informed food choices, informed ആയിട്ടുള്ള ഫുഡ് ചോയ്സസ്. ഇത്രയും കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ കോമ്പിനേഷൻ ഓഫ് ദ എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജി ഡിസൈൻ ടു ഫെസിലിറ്റേറ്റ് വോളണ്ടറി അഡോപ്റ്റേഷൻ ഓഫ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ റിലേറ്റഡ് ടു ബിഹേവിയറൽ കണ്ടക്റ്റീവ് ടു ഹെൽത്ത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല നല്ല ഫുഡ് എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ, അതായത് ഞാനിപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കര ഒബിസിറ്റി ആയിരുന്നു. അപ്പം ഞാൻ ഞാൻ ആ ഒരു പുള്ളിക്കാരന് ഈ ന്യൂട്രീഷണൽ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നോക്കാം. ഇത് നമുക്ക് അവർക്ക് ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല. വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദം ദാറ്റ് എന്താണ് പ്രോപ്പറായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ്, എന്തൊക്കെ ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് ഫോളോ ചെയ്യാം, എന്താണ് ഹെൽത്തി ഈറ്റിങ്, ദെൻ മാൽ ന്യൂട്രീഷൻ ഓവർ ന്യൂട്രീഷനെ കുറിച്ച് അവയർനെസ് കൊടുക്കാം. ദെൻ എങ്ങനെ ഫുഡ് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ന്യൂട്രീഷണൽ റിച്ച് ഫുഡ് എന്താണെന്നും ഗുഡായിട്ടുള്ള ന്യൂട്രീഷണൽ ഹൈജീൻ എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. സോ ബേസിക്കലി ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത് എന്താണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു, എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ്, എന്താണ് അതിൻ്റെ സ്റ്റെപ്പ്, ടൈപ്പ്, പിന്നെ മീൽ പ്ലാനിങ്, അതിൻ്റെ എയിംസ്, പിന്നെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ന്യൂട്രീഷണൽ അസസ്മെൻറ്റിൻ്റെ ടൂൾസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെ മെത്തേഡ്സ് ആണുള്ളത്, ഇൻഡിവിജ്വൽ, ഫാമിലി, കമ്മ്യൂണിറ്റി പറഞ്ഞു. നേഴ്സസ് റോള്, ഡയറ്റ് പ്ലാനിങ് അതിൻ്റെ ഒബ്ജക്റ്റീവ്, തെറാപ്യൂട്ടിക്കൽ ഡയറ്റ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഡയറ്റ് പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, റോൾ ഓഫ് നേഴ്സ്, പ്രിൻസിപ്പിൾസ്, എന്താ അവോയ്ഡ് ചെയ്യാം, ആൻഡ് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ കുറച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഐ ഹോപ്പ് ദാറ്റ് യു ആർ വെരി ക്ലിയർ വിത്ത് ഇറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.